അറിവിനെ സ്നേഹിക്കുന്ന എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ജനനനിരക്ക് കുറഞ്ഞു വരുന്നു. പ്രായമായവരെ കൊണ്ട് രാജ്യം നിറഞ്ഞു കവിഞ്ഞു. അതായത് സൂപ്പർ ഏജ്ഡ് സമൂഹമായി ഒരു രാജ്യം മാറി. ഏതാണ് ആ രാജ്യം എന്നറിയോ? ദക്ഷിണ കൊറിയ. നമുക്കതിൻ്റെ ഡീറ്റെയിലേക്ക് പോവാം. ദക്ഷിണ കൊറിയയിൽ പ്രായമാകുന്നവരുടെ എണ്ണം നാൾക്കുനാൾ ചെല്ലുന്തോറും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. 65 വയസ്സും അതിനു മുകളിലും പ്രായമുള്ള 20% പേരാണ് രാജ്യത്തുള്ളതെന്നാണ് രാജ്യത്തെ ആഭ്യന്തര സുരക്ഷാ മന്ത്രാലയം ഇപ്പോൾ അടുത്തു പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അതായത് ജനനനിരക്ക് കുറഞ്ഞത് രാജ്യത്ത് പുതുതലമുറ ഇല്ലാതാകുന്നതിന് കാരണമാകുന്നുവെന്നും മന്ത്രാലയം പുറത്തുവിട്ട കണക്കിൽ വ്യക്തമാക്കുന്നു. രാജ്യത്തെ ജനങ്ങളിൽ നല്ലൊരു ഭാഗവും 65 വയസ്സോ അതിനു മുകളിൽ ഉള്ളവർ ആണെന്ന് ഔദ്യോഗിക രേഖകൾ ചൂണ്ടിക്കാട്ടുന്നു. ഇത് രാജ്യത്തെ വൻ ജനസംഖ്യാ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നതെന്നും അവരുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള 1 കോടിയിൽ അധികം പേരാണ് ദക്ഷിണ കൊറിയയിലുള്ളത്. ആകെ ജനസംഖ്യയിലെ 20% വരുന്നത്. 5.1 കോടി പേരാണ് ദക്ഷിണ കൊറിയയിലെ ആകെ ജനസംഖ്യ. UN നിർദ്ദേശപ്രകാരം രാജ്യത്തെ ആകെ ജനസംഖ്യയുടെ 7% ആളുകൾ 65 വയസ്സിന് മുകളിൽ ഉള്ളവരാണെങ്കിൽ ഏജിങ് സൊസൈറ്റി ആയാണ് ആ രാജ്യം കണക്കാക്കുന്നത്. 14% പേരാണെങ്കിൽ ഏജ്ഡ് സൊസൈറ്റി, അത് 20%-ലേറെ ആണെങ്കിൽ സൂപ്പർ ഏജ്ഡ് സൊസൈറ്റി ആയാണ് കണക്കാക്കുന്നത്. എന്നുവെച്ചാൽ നിലവിലുള്ള കണക്കു പ്രകാരം ദക്ഷിണ കൊറിയ സൂപ്പർ ഏജ്ഡ് സൊസൈറ്റി ആയാണ് കണക്കാക്കുന്നത്. ലോകത്തെ തന്നെ ഏറ്റവും കുറവ് ജനന നിരക്കുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ദക്ഷിണ കൊറിയ. അതായത് 2023-ൽ 0.72 ആയി ദക്ഷിണ കൊറിയയുടെ ജനന നിരക്ക് കുറഞ്ഞിരുന്നു. ജനസംഖ്യ സ്ഥിരത നിലനിർത്താൻ 2.1 എന്ന ജനനനിരക്ക് ആവശ്യമാണ്. ദക്ഷിണ കൊറിയയിലെ 22% സ്ത്രീകളും 18% പുരുഷന്മാരും 65 വയസ്സിന് മുകളിലുള്ളവരാണ്. ശമ്പളത്തോടു കൂടിയ പിതൃത്വ അവധി, പുതിയ മാതാപിതാക്കൾക്ക് പണമിടപാട് നടത്താനുള്ള ബേബി വൗച്ചറുകൾ, സാമൂഹിക ക്യാമ്പയിനുകൾ തുടങ്ങിയ പദ്ധതികൾ ജനനനിരക്ക് വർദ്ധിപ്പിക്കാൻ ദക്ഷിണ കൊറിയയിൽ നടപ്പാക്കിയെങ്കിലും അതൊന്നും തന്നെ രാജ്യത്തെ ജനനനിരക്കിനെ ഉയർത്തിയില്ല എന്നാണ് പുറത്തുവരുന്ന പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത്. രാജ്യത്തെ ജനസംഖ്യ വർധനവിനായി കഴിഞ്ഞ 16 വർഷത്തിനുള്ളിൽ $200 ബില്യൺ ചെലവിട്ടതായി 2022-ൽ അധികൃതർ അറിയിച്ചിരുന്നു. പ്രതിസന്ധി പരിഹരിക്കാൻ ദേശീയ അടിയന്തരാവസ്ഥ എന്ന പേരിൽ പുതിയ മന്ത്രാലയം രൂപീകരിക്കണമെന്ന് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യോൺ സുക് യോൾ നേരത്തെ പാർലമെന്റിൽ നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു. വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവ്, ലിംഗസമത്വം, യുവതകളിലെ നിരാശാബോധം, വിവാഹത്തോടുള്ള മനോഭാവത്തിൽ വന്ന മാറ്റം, ജോലി ചുറ്റുപാട് തുടങ്ങിയ കാരണങ്ങളാണ് ഏഷ്യയിലുടനീളമുള്ള ജനസംഖ്യാപരമായ പ്രതിസന്ധിക്ക് കാരണമെന്ന് ആരോഗ്യ വിദഗ്ധരും ശാസ്ത്രലോകവും ചൂണ്ടിക്കാട്ടുന്നത്.